നമ്മൾ 116 എടുത്ത് 120 ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള നമ്പറാണ്, അത് നോക്കണ്ട. അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതായത് 5 ക്വസ്റ്റ്യൻ ഈ പാരഗ്രാഫുമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതാണ് റീഡിംഗ് കോംപ്രഹെൻഷനിൽ കാറ്റഗറി 3 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നമ്മുടെ പാരഗ്രാഫിലേക്ക് കടക്കാം. ദഖലൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്. മുസ്ലിംസ് ഒക്കെ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. ഹീനമ ബിദാഫിൻ ദീനിയിൻ മുജറദിൻ മിൻ കുല്ലി മസ്ലഹത്തിൻ വ മൻഫഅത്തിൻ. അതായത് എല്ലാ നന്മകളുടെയും അതുപോലെ എല്ലാ നല്ല ബെനിഫിറ്റ്സോടെയും കൂടി ദീൻ എന്ന ഒരു ആ ഒരു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവുമായിട്ട് എന്ത് ചെയ്യാണ്? മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. ലിയഹ്മിലു ഇല അഹ്ലിഹ റിസാലത്തുൽ ഇസ്ലാമി അർ-റഹീമ അൽ ആദില. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇവിടേക്ക് പ്രവേശിച്ചിട്ടുള്ളത്? ഇന്ത്യയിലേക്ക് അവർ പ്രവേശിച്ചിട്ടുള്ളത് അവരുടെ ഇസ്ലാം എന്ന് പറയുന്ന അത്രത്തോളം എന്താണ് നീതിയും ന്യായവും ഉൾക്കൊള്ളുന്ന, അതായത് അത്രയും കാരുണ്യപരമായിട്ടുള്ള ആ ഒരു മതത്തിന്റെ ആ ഒരു സന്ദേശത്തെ ഇന്ത്യയിലെ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു എയിമിന് വേണ്ടിയിട്ടാണ് മുസ്ലിംകൾ ഇന്ത്യയിലേക്ക് അവരുടെ ദീൻ എന്ന് പറയുന്ന ഒരു മോട്ടീവുമായിട്ട് പ്രവേശിക്കുന്നത്. അതുപോലെ ആളുകളെ ദുനിയാവിന്റെ ആ ഇടുക്കത്തിൽ നിന്നും അതിന്റെ വിശാലതയിലേക്ക് ആളുകളെ അതിന് പുറത്തേക്ക് കൊണ്ടുവരാൻ, അതായത് ദുനിയാവ് എന്ന് പറയുന്ന ആ ഒരു ഇടുക്കത്തിൽ നിന്നും ആ ദുനിയാവിന്റെ വിശാലതയിലേക്ക് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് മുസ്ലിമുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അതുപോലെ അവരുടെ ഈ ഇന്ത്യക്കാരുടെ ചുമലുകളിൽ ഏർപ്പെട്ടിരുന്ന അതായത് ചങ്ങലകളെ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരുപാട് ഭാണ്ഡക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അവയൊക്കെ ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഏതുപോലെ നമ്മുടെ കുറെ സത്യസന്ധരായിട്ടുള്ള കുറെ മുഖ്ലിസീങ്ങളായിട്ടുള്ള പ്രബോധകന്മാർ ചെയ്തതുപോലെ. ഹലോ, എന്തേലും പറഞ്ഞോ? ഓക്കെ. الذين ارتمى في أحوانهم مئات ألوف من الأشقياء والمعذبين. ഈ ഇത്തരത്തിലുള്ള പ്രബോധകർ എന്തായിരുന്നു? അവർ തങ്ങളുടെ മടിത്തട്ടുകളിൽ ലക്ഷക്കണക്കിന് ഈ പ്രയാസം അനുഭവിക്കുന്നവരെയും ഈ പീഡനങ്ങൾക്കിടയാകുന്നവരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പരിപാലിച്ചിട്ടുണ്ട്. വഹബ്ബുഹും അക്സറ മിൻ ആയാത്തല്ല, ഇവിടെ ആബായാണ് കേട്ടോ. വഹബ്ബുഹും അക്സറ മിൻ ആബാഹിം ഔലാദിഹിം. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇന്ത്യക്കാരെ, അതായത് നമ്മുടെ ദുആത്തുകൾ ഉണ്ടല്ലോ, പ്രബോധകന്മാർ ഇന്ത്യക്കാരെ അവരുടെ പിതാക്കന്മാരെക്കാളും അതുപോലെ ഇന്ത്യക്കാർ ആ പ്രബോധകരെ അവരുടെ സ്വന്തം പിതാക്കന്മാരെക്കാളും മക്കളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാരണം അത്രത്തോളം നല്ല ലോലമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പെരുമാറ്റമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. സയ്യിദ് അൽ ഹജ്വീരി, സയ്യിദ് അലി അൽ ഹജ്വീരി പോലെ, ഷെയ്ഖ് മുഈനുദ്ദീൻ അൽ അജ്മീരി, അതുപോലെ ഷെയ്ഖ് മുഈനുദ്ദീൻ അൽ അജ്മീരി പോലെ, സയ്യിദ് അലി ഇബ്നു ശിഹാബ് അൽ ഹംദാനി അൽ കശ്മീരി. ഇത്തരത്തിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പ്രബോധകന്മാർ, ദീനിന്റെ പ്രബോധകന്മാരുണ്ടായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നവരാണ്. അവരുടെ മടിത്തട്ടുകളിൽ കിടന്നിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപജീവന മാർഗം നേടുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുആത്തുകളെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദഖലൽ മുസ്ലിമൂന അൽ ഹിന്ദ വഹിയ തഅതസു ബിഹവാറത്തിൻ അസ്വില അരീഖത്തിൻ ഫിൽ ഖദം. അതായത് മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യയിലെ പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ട് പണ്ട് മുതലേ നിലനിൽക്കുന്ന പുരാതനമായിട്ടുള്ള നാഗരികത കൊണ്ട് അവർ വളരെയധികം എന്താ പറയാ അഭിമാനം കൊള്ളുന്ന രൂപത്തിലുള്ള ആ ഒരു സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലേക്ക് മുസ്ലിമുകൾ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോ ഫൽസഫ അമീഖ, അതുപോലെ അവരുടെ പുരാതന ഫിലോസഫികൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുപോലെ ഒരുപാട് മാത്തമാറ്റിക്കൽ പരമായ കണക്ക് ശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു. ദഖീഖ, സൂക്ഷ്മമായ. അതുപോലെ തന്നെ അവരുടെ പഴവർഗ്ഗങ്ങൾ, അതുപോലെ നമ്മുടെ ഒരുപാട് ധാന്യ സമ്പത്ത്, ഇത്തരത്തിൽ എന്തായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം പ്രക്ഷോഭിതമായി നിൽക്കുന്ന സമയത്താണ് മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ്. അതുപോലെ ഒരുപാട് റോ മെറ്റീരിയൽസ്, അതായത് നമ്മള് എന്താ മലയാളത്തിൽ എന്താ പറയാ, ഒരു വസ്തു ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ധാതുക്കളല്ല, അതിനൊരു പേര് പറയല്ലോ, എന്തായിരുന്ന പേര്? അസംസ്കൃത വസ്തുക്കൾ. അസംസ്കൃത വസ്തുക്കൾ, മവാദൻ ഹാമ.
ولكنها كان على كل ذلك ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അതിനു പുറമെ تعيش منذ قرون في عزلة من العالم ഇന്ത്യ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്നും ഒരുപാട് ഒരു ഐസൊലേറ്റഡ്, അതായത് ഒരു ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു അവർ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചു കൊണ്ടിരുന്നത്. അത് ഫസ്വലത്ത്ഹ അൻ ബഖിയ്യത്തിൽ ഇൻസാനിയ, മറ്റുള്ള മനുഷ്യരുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മാനവികതയുമായിട്ടൊക്കെ അവരെ വേർപ്പെടുത്തിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ജിബാൽ ഫി ജാനിം, ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, മലനിരകളാണ്, പർവ്വത നിരകളാണ് അല്ലെ. ബിഹാർ ഫി ജാനിബിൻ ആഖർ, അതിന്റെ മറ്റൊരു വശത്ത് നോക്കുകയാണെങ്കിൽ കടലാണ്, മഹാസമുദ്രമാണുള്ളത്. وكان من وكان آخر من دخلها من العالم المتمدن هو الإسكندر الكبير. ഈ ഒരു നാഗരികവൽക്കരിച്ച ലോകത്തിൽ നിന്നും അവസാനമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റൊരു വ്യക്തിത്വമാണ് ആര്, നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് അൺനെസ്റ്റു, അതായത് നമ്മുടെ പാരഗ്രാഫ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ, വളരെയധികം കുറച്ചേ ഉള്ളൂ. അതുപോലെ ഭയങ്കര കടുകട്ടിയായിട്ടുള്ള ഒരു വേർഡ്സും ഇതിൽ അവർ ഉപയോഗിച്ചിട്ടില്ല, സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഒറ്റ വായനയാൽ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ മീനിങ് കിട്ടിക്കോണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 പ്രാവശ്യം ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. അപ്പൊ ഫസ്റ്റ് പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കിട്ടും. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അതിന്റെ പിന്നെയും വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാവും. മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുന്നതിലൂടെ എന്ത് ചെയ്യും, നമുക്കത് ക്ലിയർലി മനസ്സിലാവും. എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. നമുക്കിനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദഖല അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദി വഹിയ തഅതസു ജുംലത്തുൻ വഹിയ തഅതസു. ഹലോ, സ്ലൈഡ് മാറിയിട്ടില്ല കേട്ടോ. മാറിയിട്ടില്ലേ ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ. ടീച്ചർ ആ കസ്റ്റം അവിടെ സ്ലൈഡ് സെറ്റപ്പിൽ പോയിട്ട് ടീച്ചറിന് എന്താണ് വേറൊരു ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഇല്ലേ, അതൊന്ന് കൊടുക്കാൻ പറ്റുമോ നോക്കോ. വിൻഡോ ആണോ? ആ വിൻഡോ അതന്നെ. ഓക്കെ, ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാലോ അല്ലേ? കാണാം ടീച്ചറെ. ഇതൊരു ജുംലയാണ്, നമ്മുടെ പാരഗ്രാഫിൽ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ജുംലയാണ് അല്ലെ. ഈ ജുംലയെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ദഖലൽ മുസ്ലിമൂന ഫിൽ ഹിന്ദി വഹിയ തഅതസു, മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. വഹിയ തഅതസു, അത് അഭിമാനപുളകിതമായ നിമിഷത്തിൽ. ജുംലത്തു വഹിയ തഹ്തസു, അതായത് വഹിയ തഹ്തസു എന്ന് പറയുന്ന ഈ ഒരു ദഖലൽ മുസ്ലിമൂന ഫിൽ ഹിന്ദി വഹിയ തഹ്തസു എന്ന് പറയുന്ന ഈ അവസാനം പറഞ്ഞ വഹിയ തഹ്തസു എന്താണ് എന്നാണ് നമുക്ക് ആദ്യം വന്ന ക്വസ്റ്റ്യൻ. ഇതില് ഒന്നാമത്തെ ഓപ്ഷൻ എന്ത് വരുന്നുണ്ട്, ഹാല് വരുന്നുണ്ട്. രണ്ടാമത്തത് ഓപ്ഷൻ ബി ഫായിൽ ആണ്, ഓപ്ഷൻ സി മഫ്ഊൽ ആണ്, ഓപ്ഷൻ ഡി മുളാഫിൻ ഇലൈഹി ആണ്. ഇതിൽ ഏതാണ് പറയൂ, നിങ്ങൾക്ക് ഏതായിട്ടാണ് തോന്നുന്നത്? ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാവോ? ഓക്കെ, റാഷിദ പറയുന്നു എ ആണ് ഓപ്ഷൻ എന്ന് പറയുന്നു, ഫൗസിയ എ ആണെന്ന് പറയുന്നു, ജാനിഷ പറയുന്നു എ ആണെന്ന് പറയുന്നു. മറ്റുള്ളവർക്കൊന്നും ഓപ്ഷൻസ് ഇല്ലേ? എല്ലാവരും പെട്ടെന്ന് തന്നെ അവരവരുടെ ഓപ്ഷൻ എഴുതിയിടും. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിട്ടല്ലേ. ഇതിലെനിക്ക് ഏകദേശം ഒരു 11 ആള്, ഞാൻ ഇൻക്ലൂഡഡ് ആയിട്ട് 11 ആളെ കാണുന്നുണ്ട്. 9 പേര് എന്തായാലും ഇതിലുണ്ട്. അപ്പോ പറയൂ ആരൊക്കെയാ ഓക്കെ, ഫൗസിയ, വേറെ ഫൗസിയ കെ പറഞ്ഞിട്ടുള്ള ആള് ഡി അയച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എവിടെ? ബാക്കി ആർക്കും ഓപ്ഷൻ ഇല്ലേ? സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ല, ഞാൻ വേണേ ക്വസ്റ്റ്യൻ ഇടാം. ഇപ്പൊ കാണാവോ? പറയേ, ആർക്കും ഓപ്ഷൻ ഒന്നും പറയാനില്ലേ? ABCD 4 എണ്ണം ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് കറക്കി കുത്തിയിട്ട് പറയൂ. എനിക്ക് തോന്നുന്നു മറ്റാർക്കും ഓപ്ഷൻസ് ഒന്നും പറയാനില്ല.
അപ്പോ ഇതില് മെജോറിറ്റി ആൾക്കാർ പറഞ്ഞ പോലെ ഹാലാണല്ലേ, ഹാലാണ്. വഹിയ തഅ്തസു എന്ന് പറയുന്നത് ഹാലാണ്. അവിടെ നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, പിന്നെയും നമ്മൾ ഈ പാരഗ്രാഫ് വായിക്കുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഇതെന്താണ് ക്വസ്റ്റ്യൻ എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം വായിച്ചു പോയി എന്ന് എഴുതിയിട്ട് നമുക്ക് പെട്ടെന്ന് വഹിയ തഅ്തസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലാണെന്ന് കിട്ടിക്കോണം എന്നില്ല. അതിനെന്ത് ചെയ്യണമായിരുന്നു, അത് നമ്മൾ പിന്നെയും വായിക്കുമ്പോഴാണ് അതിന്റെ മീനിങ് നമുക്ക് ഹിറ്റ് ചെയ്യുക. ആ സമയത്താണ് വഹിയ തഅ്തസു എന്ന് പറഞ്ഞാൽ അത് ഹാല ആയിട്ടാണ് വന്നിട്ടുള്ളത്, അതായത് ജുംല ആണ്, ഹാല് ജുംല ആയിട്ടാണ് വന്നിട്ടുള്ളത്. വാവ് എന്ന് പറഞ്ഞാൽ ഹാലിയായ വാവാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ചോദിക്കാൻ മടിക്കരുത്. എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ഞാൻ ക്ലിയർ ചെയ്തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഖിറു മൻ ദഖലൽ ഹിന്ദ് മിനൽ ആലമിൽ മുതമദ്ദൻ, അതായത് നവീകരിച്ച അല്ലെങ്കിൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള നഗരവൽക്കരിച്ച ലോകത്ത് നിന്നും അവസാനമായിട്ട് വന്നിട്ടുള്ളത് ആരാണ്? ആഖിറു മൻ ദഖലൽ ഹിന്ദ് മിനൽ ആലമിൽ മുതമദ്ദൻ. നമുക്ക് ഓപ്ഷൻ എ അസ്സയ്യിദ് അലി ഇബ്നു ശിഹാബ് അൽ ഹംദാനി, ഓപ്ഷൻ ബി അസ്സയ്യിദ് അലി അൽ ഹജ്വീരി, ഓപ്ഷൻ സി അൽ ഇസ്കന്ദർ അൽ കബീർ, ഓപ്ഷൻ ഡി അഷ്ഷെയ്ഖ് മുഈനുദ്ദീൻ അൽ അജ്മീരി. ഇതിൽ ആരാണ്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാരഗ്രാഫിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പറയൂ, ഓപ്ഷൻസ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടൂ. ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ഡി ആണല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. ആഖിറു മൻ ദഖലൽ ഹിന്ദ് മിനൽ ആലമിൽ മുതമദ്ദിൻ അല്ലേ. നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ പാരഗ്രാഫ് ഒന്നുകൂടെ എടുത്തു നോക്കാം. വകാൻ ആഖിറു മൻ ദഖലഹാ മിനൽ ആലമിൽ മുതമദ്ദിൻ ഹുവൽ ഇസ്കന്ദറുൽ കബീർ. ഓപ്ഷൻ ബി ആണ് വരുന്നത്, സോറി ഓപ്ഷൻ സി ആണ് വരുന്നത്. അൽ ഇസ്കന്ദറുൽ കബീർ, അലക്സാണ്ടർ അല്ലേ, അലക്സാണ്ടർ ചക്രവർത്തിയാണ് അവസാനമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എല്ലാരും എന്താ ഷെയ്ഖ് മുഈനുദ്ദീൻ അജ്മീരി പറയാൻ കാരണം, നമ്മൾ ദുആത്തുകൾ പറഞ്ഞ സമയത്ത് മുഈനുദ്ദീൻ അജ്മീരി പറഞ്ഞതുകൊണ്ടാണോ? ആരെന്താ മൈക്ക് ഓൺ ചെയ്യാത്ത? മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കൂ. ഓക്കെ, എന്നാ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹാദിഹിൽ ഫിഖ്റതൈനി തുഅദു ഫി, അതായത് ഈ ഒരു രണ്ട് പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ രണ്ട് പാരഗ്രാഫ് ഏത് കാറ്റഗറിയിലാണ് നമുക്ക് എണ്ണപ്പെടാൻ സാധിക്കുക, അത് ഏത് കാറ്റഗറിയാണ്? അതായത് അത് ഷിഅർ ആണ്. ഓപ്ഷൻ എ ഷിഅർ ആണെന്നാണ് പറയുന്നത്, ഓപ്ഷൻ ബി മസ്റഹിയയുടെ ഒരു പോർഷൻ ആണെന്നാണ് പറയുന്നത്, ഓപ്ഷൻ സി റിവായ ആണെന്ന് പറയുന്നു, ഓപ്ഷൻ ഡി താരിഖ് ആണെന്ന് പറയുന്നു. ഏതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ആൻസർ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പൊ ഏതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാവരും ഡി താരിഖ് ആണല്ലേ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് എന്താ, ഇത് ബിറ്റ് കൺഫ്യൂസിങ് ആണ്. ഇതെന്താണ്, ഇത് നമ്മുടെ റിവായ ആണ്. അതായത് നമ്മുടെ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, അത് അബുൽ ഹസൻ അലി അൻ നദ്വിയുടെ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന് പറയുന്ന റിവായ ഇല്ലേ, അതിന്റെ ഒരു പോർഷൻ ആണ് നമ്മുടെ ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതെന്തല്ല, താരീഖ് അല്ല, ഇത് നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് റിവായ ആണ് കേട്ടോ, താരീഖ് അല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. മാ മഫ്ഹൂമു മവാദുൻ ഖാമ. ഇത് ഞാൻ നല്ല വൃത്തിക്ക് നമ്മൾ പറഞ്ഞ സമയത്ത്, അതായത് നമ്മുടെ പാരഗ്രാഫിന്റെ മീനിങ് പറയുന്ന സമയത്ത് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ ആരും എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? മവാദുൻ ഖാമ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? സുഫേറയും റാഷിദയും സി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഫൗസിയ സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ്? പിന്നെ മറ്റുള്ളവരെവിടെ? ഓക്കെ, സി ആണെന്നാണ് ജാനിഷയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓക്കെ, ജസാക്കല്ലാ.
മീൻസ് നിങ്ങൾ പറഞ്ഞത് 3 പേര് പറഞ്ഞതും ശരിയാണ്. സോറി, 4 പേര് പറഞ്ഞിട്ടുണ്ടല്ലേ? 4 പേര് പറഞ്ഞതും കറക്റ്റ് ആണ്. റോ മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അസംസ്കൃത വസ്തുക്കൾ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയ മലയാളം സമയത്ത് വായിൽ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോ റോ മെറ്റീരിയൽസ് എന്നാണ് മവാദുൽ ഖാമ എന്നുള്ള ആ ഒരു വേർഡിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അവിടെ മുഹിമ്മ വരാം. യൂസ്ഡ് ആണെങ്കിൽ എന്ത് പറയും? ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തസ്ജീർ എന്നൊക്കെ പറയും അല്ലെ? ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസ് ആകുമ്പോൾ തസ്ജീർ എന്നാണ് നമ്മൾ ഇത് ഇമ്പോർട്ടന്റ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാറുള്ളത്. യൂസ്ഡ് മെറ്റീരിയൽ ആകുമ്പോഴോ? യൂസ്ഡ് മെറ്റീരിയൽസിന് എന്താ പറയാ? എന്താണ്? ഹലോ, മവാദുൽ മുസ്തഖ്ദിമ എന്നാണ് നമ്മൾ യൂസ്ഡ് മെറ്റീരിയൽസിന് പറയാ. ഇമ്പോർട്ടന്റ് ആകുമ്പോ എന്ത് പറയും? മുസ്തൗരിദ്. മുസ്തൗരിദ് ആണ്. ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസ് നമ്മൾ മുസ്തൗരിദ് എന്നാണ് പറയുന്നത്. മവാദുൽ മുസ്തൗരിദ എന്ന് പറയും. അപ്പൊ റോ മെറ്റീരിയൽസ് ആകുമ്പോൾ മവാദുൽ ഖാമ. അത്തരത്തിലാണ് എന്ത് വരുന്നത്? ഇതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ വന്നിട്ടുള്ള, അതായത് കാറ്റഗറി 3 വന്നിട്ടുള്ള, നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷനിൽ നോക്കുമ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ ആണിത്. ഇഖ്തർ അസ്വഹീഹ ബിഹദാറത്തിൻ അസ്ലിയ ഡാഷ്. ബാക്കി ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പറയണം. അരീഖത്തിൻ ഫിൽ ഖിദമിയാണോ, അതുപോലെ അരീഖത്തുൻ ഫിൽ ഖിദമിയാണോ, അരീഖത്തിൻ ഫിൽ ഖിദമിയാണോ, അരീഖത്തുൻ ഫിൽ ഖിദമിയാണോ? ഏതാണ്? ബിഹദാറത്തിൻ അസ്ലിയത്തിൻ. ബാക്കി നിങ്ങൾ പറയും. ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടൂ. മാഷാഅല്ലാഹ്, എല്ലാരും ആൻസേഴ്സ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്, അരീഖത്തിൻ ഫിൽ ഖിദമി ആണല്ലേ? അരീഖത്തിൻ ഫിൽ ഖിദമി. കാരണം ഹലാറത്തിൻ അസ്ലിയാണ്. ഹലാറത്തിലേക്ക് എന്ത് പറയാണ്? അതിനൊരു സിഫത്താണ് അരീഖത്തിൻ ഫിൽ ഖിദമി. ഹലാറത്തിന് എന്താണ്? ജെറ് ആയതുകൊണ്ട്, അതായത് ജാറ് മജ്റൂറാണ് ബിഹലാറത്ത്. അതുകൊണ്ട് തന്നെ അരീഖത്തിനും എന്താണ് വന്നിട്ടുള്ളത്? ജെറാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കാറ്റഗറി 4 റീഡിംഗ് കോംപ്രഹെൻഷൻ, അതായത് കാറ്റഗറി 4 എങ്ങനെയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. നമുക്കുള്ള ഫിക്ര ഇതാണ്, ഞാൻ വായിക്കാണ്. ബിസ്മില്ലാ. വലഖദ് ഇഹ്തമ്മൽ മുസ്ലിമൂന ബിൽ ബിനാഇ ഇഹ്തിമാമൻ കബീറ. മുസ്ലിങ്ങൾ കൺസ്ട്രക്ഷൻ, അതായത് നമ്മള് ബിൽഡിങ്ങുകളൊക്കെ നിർമ്മാണത്തിന് വളരെയധികം പ്രാതിനിധ്യം കൊടുത്ത ആളുകളായിരുന്നു, വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകളായിരുന്നു. അവരുടെ നാഗരികതയാകട്ടെ ഇത്തരത്തിലുള്ള ആർക്കിടെക്ചർ, അതുപോലെ കൺസ്ട്രക്ഷൻ, ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് വളരെയധികം എന്താണ്, അതായിരുന്നു അവരുടെ നാഗരികതയിൽ ഏറ്റവും ഉയർന്നു നിന്നിരുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസി ലില്ലദീ ബിബക്ക. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീട് എന്ന് പറയുന്നത് എവിടെയാണ്? ബക്ക, അതായത് മക്കയിലാണ്. ബക്ക എന്ന് പറയുന്നത് മക്കയുടെ പഴയ പേരാണ്, ബക്കയിലാണ്. കമാ യഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല ഫിൽ ഖുർആനിൽ കരീം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വഹാദൽ ബൈത്ത് ഹുവ ബൈത്തുല്ലാഹിൽ ഹറാം ബിമക്ക. ഈ ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ഒരു വീട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? മക്കയിലുള്ള അള്ളാഹുവിന്റെ ബൈത്തുല്ലാഹിൽ ഹറാം, അതായത് കഅബ ഷരീഫിനെയാണ് ഈ ഒരു മക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വല്ലദി യഫിദു ഇലൈഹി അൽ മുസ്ലിമൂൻ. ഇവിടേക്ക് മക്കയിലേക്ക് ആര് വരുന്നുണ്ട്? മുസ്ലിങ്ങൾ സംഘങ്ങളായിട്ട് വരുന്നുണ്ട്. മിൻ ജമീഇ അൻഹാഇൽ അർള്. ഭൂമിയുടെ നാനാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ എന്ത് കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായി ഫരീദത്തുൽ ഹജ്ജ്, ഹജ്ജ് എന്ന നിർബന്ധ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്. റസൂൽ മിൻ മക്കത്തിൽ മുക്കറമ ഇലൽ മദീനത്തിൽ മുനവ്വറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് കാന അവ്വലു അമലിൻ ഖാമ ബിഹി വ ബിനാഉ മസ്ജിദൻ ഹുനാക്. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കുക എന്നുള്ളതാണ്. മിസ്ർ കീഴടക്കിയ ശേഷം ആദ്യമായിട്ട് ചെയ്തത് എന്താണ്? അസ്സസ മദീനത്തുൽ ഫുസ്താത്ത്. മദീനത്തുൽ ഫുസ്താത്ത് ആണ് ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മദീനത്തുൽ ഫുസ്താത്ത് നിർമ്മിക്കുകയാണ് ഈജിപ്തിൽ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളി അദ്ദേഹം
നിർമ്മിച്ചിട്ടുള്ളത്. ജാമിഅ അംർ ഇബ്നുൽ ആസ്. وفي كل عاصمة من العواصم العربية مسجد يشهد للحضارة العربية الإسلامية. അതായത് ഇസ്ലാമിന്റെ എല്ലാ ക്യാപിറ്റലുകളിലും പ്രധാനമായിട്ടും എന്തുണ്ട്? എല്ലാ അറേബ്യൻ ക്യാപിറ്റലിലും നമുക്കൊരു പള്ളി കാണാൻ പറ്റും. ആ പള്ളിയിൽ ഇസ്ലാമിക അറേബ്യൻ നാഗരികതയെ അതിനൊരു സാക്ഷിയായിട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് പ്രകടമാക്കുന്ന രീതിയിൽ ഒരു പള്ളി എല്ലാ ക്യാപിറ്റലുകളിലും എല്ലാ കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഫൽ മസ്ജിദുൽ അഖ്സ ബിൽ ഖുദ്സ് ജാമിഅത്തുൽ ഇസ്ലാമിയ. ഖുദ്സിലുള്ള, അതായത് നമ്മുടെ ഫലസ്തീനിലെ ഖുദ്സിലുള്ള, ജെറുസലേമിലുള്ള മസ്ജിദുൽ അഖ്സ എന്താണ്? ഒരു ഇസ്ലാമിക പള്ളിയാണ്. അൽ മസ്ജിദുൽ അമവി ബി ദിമഷ്ക്. അതുപോലെ ഡമസ്കസിലുള്ള മസ്ജിദുൽ അമവി. ഇതൊക്കെ എന്ത് ചെയ്യാണ്? നമ്മൾ നേരത്തെ എല്ലാ ക്യാപിറ്റലുകളിലും ഓരോ പള്ളി കാണും എന്ന് പറഞ്ഞതിനുള്ള ഉദാഹരണങ്ങൾ പറയാണ്. നജ്ഫുൽ അഷ്റഫ് ബിൽ കൂഫ. കൂഫയിലെ നജ്ഫുൽ അഷ്റഫ്. ഫിൽ മഅറബിൽ അറബി മസ്ജിദുൽ ഖൈറവാൻ വജാമിഉ സൈതൂന. നമ്മുടെ മഅറബിൽ അറബി എന്ന് പറയുമ്പോൾ അവർ എന്താ പറയാ, മൊറോക്കൻ ഭാഗങ്ങള്, മൊറോക്കോ പോലുള്ള രാജ്യങ്ങൾ കാണാൻ മസ്ജിദുൽ ഖൈറവാൻ, അതുപോലെ ജാമിഉ സൈതൂന ഒക്കെ. മസ്ജിദ് ഖുർത്തുബ ഫിൽ ഉന്ദുലുസ്. സ്പെയിനിലുള്ള മസ്ജിദുൽ ഖുർത്തുബ. عندما أسست مدينة القاهرة أنشأ جوهر الصقلي الجامع الأزهر ليكون أول جامعة إسلامية. മദീനത്തുൽ ഖാഹിറ നിർമ്മിക്കപ്പെട്ട സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ജവഹർ സഖലി, ആദ്യ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ജാമിഅ അസ്ഹർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഇത്രയാണ് നമ്മുടെ പാരഗ്രാഫിലുള്ള കണ്ടന്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു പാരഗ്രാഫ് കിട്ടുമ്പോൾ കിട്ടിയെന്ന് ഒറ്റയടിക്ക് വായിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതരുത്. അപ്പൊ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും, നിങ്ങളുടെ ടൈം അനുസരിച്ച് അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും വായിക്കുക. 3 പ്രാവശ്യം വായിച്ചാൽ അത്രയും നല്ലത്. അപ്പൊ മാക്സിമം നിങ്ങൾ വായിച്ചിട്ട് മാത്രം അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻഡയറക്റ്റ് ഒന്നല്ല. അയിന യഖഉ മസ്ജിദുൽ ഖുർത്തുബ. മസ്ജിദുൽ ഖുർത്തുബ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾക്ക് ആൻസർ എഴുതാം. നിങ്ങൾ ആൻസർ എഴുതും, ഞാൻ നോക്കാം. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടൂ. എവിടെയാണ് മസ്ജിദുൽ ഖുർത്തുബ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഉന്ദുലുസ് ആണ്, ഓപ്ഷൻ ബി ഖാഹിറയാണ്, ഓപ്ഷൻ സി ഖുദ്സ് ആണ്, ഓപ്ഷൻ ഡി മഅറബുൽ അറബിയാണ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. മാഷാ അല്ലാ, എല്ലാരും ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. സ്പെയിനിലാണ് നമ്മുടെ മസ്ജിദ് ഖുർത്തുബ ഉള്ളത്. ഖുർത്തുബയെ നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വൽക്കരിച്ച് പറയുകയാണെങ്കിൽ കൊറഡോവ എന്ന് പറയും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മാ മഅന കലിമത്ത് യഫിദു. ഇതെന്താണ്? ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ വായിച്ചിട്ട് നമുക്ക് ആ ഒരു പാരഗ്രാഫിൽ നിന്നും അതിന്റെ മീനിങ് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. യഫിദു എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? യദ്ഖുലു ആണോ, യർജിഉ ആണോ, യഊദു ആണോ, യജു ആണോ? ഇതിൽ ഏതാണ് യഫിദു എന്ന് പറയുന്ന കലിമത്തിന്റെ മീനിങ് ആയിട്ട് വരുന്നത്? ആൻസർ ചെയ്തോളൂ. എല്ലാരും ഓപ്ഷൻ ഡിയിലാണല്ലോ. കഴിഞ്ഞോ? എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞോ? എല്ലാരും ഓപ്ഷൻ ഡി ആണല്ലേ പറയുന്നത്? മാഷാ അല്ലാ, പറഞ്ഞത് എല്ലാരും പറയുന്നത് കറക്റ്റ് ആണ്. യജിഉ ആണ്. അതായത് ഞാൻ പറഞ്ഞു കൂട്ടമായിട്ട് വരുന്നു എന്ന്. ഇവിടെ യദ്ഖുലു പറയുകയാണെങ്കിൽ പ്രവേശിക്കുക എന്നുള്ള മീനിങ് ആണ്. യർജു മടങ്ങുക എന്നുള്ള മീനിങ് ആണ്. യഊദു മടങ്ങുകയാണ്. എന്നാൽ യജിഉ എന്ന് പറയാ വന്നു എന്നുള്ള, അല്ലെങ്കിൽ വരുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ എന്ത് പറയുന്നത്? യജിഉ പറയുന്നത്. അതേ സെയിം മീനിങ് ആണ് യഫിദുക്കുള്ളത്. നമ്മൾ വഫ്ദ് എന്ന് പറയും, ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ സംഘങ്ങൾക്ക് നമ്മൾ എന്ത് പറയും? വഫ്ദ് എന്ന് പറയും. ആ വഫ്ദിൽ നിന്നാണ് യഫിദു വന്നിട്ടുള്ളത്. വഫദ യഫിദു ആണ് കേട്ടോ. ഇപ്പൊ വഫദയിൽ നിന്നും യഫിദ് വരുമ്പോ അവിടെ എന്തോ ഉണ്ടല്ലോ, ഇല്ലത്തിന്റെ ലെറ്റർ ആദ്യം, നമ്മുടെ ഫിഅലിന്റെ ആദ്യത്തിലെ ഇല്ലത്തിന്റെ ലെറ്റർ വരുമ്പോ എങ്ങനെയാണ്, എന്താണ് ആ ഫിഅലിന് നമ്മൾ പറയുന്ന പേര്? അതും കൂട്ടൊന്ന് കമന്റ് ബോക്സിൽ ഇടൂ. എന്താണ് ഇല്ലത്തിന്റെ അക്ഷരം ആദ്യ അക്ഷരം? അതായത് ഔൽ ഫിഅല്
ഇല്ലത്തിന്റെ ലെറ്റർ ആയി വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ വേർബിന് പറയുന്ന പേര്? മിസാൽ. മാഷാ അല്ലാ, പറഞ്ഞത് ശരിയാണ്, മിസാലാണ് ട്ടോ. മിസാലാണ്. ഫാത്തിമ ദഹലിയ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, റാഷിദ ഇട്ടിട്ടുണ്ട്. മിസാല് എന്നാണ് നമ്മൾ ഇല്ലത്തിന്റെ ലെറ്റർ ആദ്യം വന്നാ പറയുക. അത് സെൻട്രലാണെങ്കിൽ എന്താ പറയാ? അജ്വഫ്. മാഷാ അല്ലാ, അജ്വഫ് എന്നാ പറയാ. അത് ഏറ്റവും അവസാനത്തിലാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയാ? നാഖിസ്. ഫാത്തിമ ദഹലിയ രണ്ടു മണി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അതിന് ആൻസർ അയച്ചിട്ടുണ്ട്, നാഖിസ് അയച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലോ, ലഫീഫ് മക്റൂനും ലഫീഫ് മഫ്റൂഖും. അതെന്താന്ന് അറിയാൻ എനിക്ക് പറഞ്ഞു തരുമോ? അതായത് ആദ്യവും അവസാനവും ഇല്ലത്തിന്റെ അർപ്പം വന്ന ലഫീഫുൽ മഫ്റൂഖാണ്. മഫ്റൂഖ്. മാഷാ അല്ലാ. പിന്നെ ആദ്യവും നടുവിലും ഇല്ലത്തിന്റെ അർപ്പം വന്നതിന് ലഫീഫുൽ മക്റൂൻ എന്ന് പറയും. മാഷാ അല്ലാ, ബാറക്കല്ലാ. അപ്പൊ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഫിഅലിന്റെ ആദ്യത്തിൽ, അതായത് നമ്മുടെ അസ്ലിയായിട്ടുള്ള മുജറദായിട്ടുള്ള സുലാസി ഫിഅലിന്റെ ആദ്യത്തിലും അവസാനത്തിലും, ഇപ്പൊ വഫ എന്ന് പറയില്ലേ, വഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കും, അതിന്റെ ആദ്യത്തിൽ വാവ് വന്നിട്ടുണ്ട്, ഏറ്റവും അവസാനത്തിൽ അലിഫാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് ലഫീഫ് മക്റൂൻ എന്ന് പറയാം. ഓക്കെ. പിന്നെ അടുത്തുള്ള ലഫീഫ്, സോറി, ലഫീഫ് മക്റൂൻ ആണോ പറഞ്ഞേ? സോറി, ലഫീഫ് മഫ്റൂഖ്. അത് മഫ്റൂഖ് മനസ്സിലാക്കുക, അതായത് ഫറഖയാണ്, രണ്ടും തമ്മിൽ എന്താണ്, വേർതിരിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. വേർതിരിഞ്ഞു പോകുമ്പോ നമുക്ക് അതിനെന്ത് പറയാം? ലഫീഫ് മഫ്റൂഖ് എന്ന് പറയാം. ഇനിയിപ്പോ നമ്മുടെ ലഫീഫ് മക്റൂന് ഉദാഹരണം പറയുകയാണെങ്കിൽ തോബ എന്നൊക്കെ നമ്മൾ പറയില്ല. തോബ എന്നുള്ള നോക്കൂ, സെക്കൻഡ്, അതായത് രണ്ടാമത് വരുന്ന ഇല്ലത്തിന്റെ ലെറ്ററും ഏറ്റവും അവസാനം വരുന്ന ഇല്ലത്തിന്റെ ലെറ്ററും കണ്ടോ, രണ്ടും ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ലഫീഫ് മക്റൂൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മുസ്ലിമൂന ബിൽ ബിനാഇ ഇഹ്തിമാമൻ. മുസ്ലിമീങ്ങൾ കൺസ്ട്രക്ഷനെ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഇഹ്തിമാമൻ ഹുന, ഇതിൽ ഇഹ്തിമാമൻ എന്ന് പറയുന്ന വേർഡ് എന്താണ്? മഫ്ഊലു ബിഹി ആണോ, മഫ്ഊലു മുത്ലഖ് ആണോ, മഫ്ഊലു ഫീഹി ആണോ, മഫ്ഊലു അജ്ലിഹി ആണോ? എന്താണ്? ഇഹ്തമ്മൽ മുസ്ലിമൂന ബിൽ ബിനാഇ ഇഹ്തിമാമൻ. ഇതിൽ ഇഹ്തിമാമൻ എന്ന് പറയുന്ന വേർഡ് മഫ്ഊലു ബിഹി ആണോ, മഫ്ഊലു മുത്ലഖ് ആണോ, മഫ്ഊലു ഫീഹി ആണോ, മഫ്ഊലു അജ്ലിഹി ആണോ? മുത്ലഖ്. മാഷാ അല്ലാ, അതായത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മഫ്ഊലു മുത്ലഖ് ആണ് അല്ലെ. ഇപ്പൊ മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ എന്താ? ഈ മഫ്ഊലു ബിഹി മഫ്ഊലു മുത്ലഖ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? മഫ്ഊൽ മുത്ലഖ് മസ്ദറിനെ പറയും. മഫ്ഊൽ ബിഹി ആണെങ്കിൽ എന്താ വ്യത്യാസം? അതായത് ആരെ എന്തിനെ എന്നുള്ള ആ ഒരു മീനിങ് വരുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? മഫ്ഊൽ ബിഹി ഉപയോഗിക്കാം. ഇപ്പൊ എന്താ, റഅയ്തു അൽ വലദ, ഞാനൊരു കുട്ടിയെ കണ്ടു. ആ ഒരു സമയത്ത് നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുക? നമ്മുടെ മഫ്ഊൽ ബിഹി ആണ് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ അത് ആരെ കണ്ടു എന്ന് ചോദിക്കുന്ന അവിടെ ഞാനൊരു കുട്ടിയെ കണ്ടു എന്നുള്ള ഒരു ആൻസർ വരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ മഫ്ഊൽ മുത്ലഖ് ആണ്. മഫ്ഊൽ മുത്ലഖ് നോക്കുന്ന സമയത്ത് മുതഅദ്ദിയാണ്. ഇതെന്താ ഫാത്തിമ ദഹലിയ മുതഅദ്ദി പറയാൻ കാരണം? അതായത് മഫ്ഊൽ ബിഹി ഫായിലും ഫീലും ഫായിലും മഫ്ഊൽ ബിഹി ഉള്ളത് മുതഅദ്ദി ആയിട്ടുള്ള, അതായത് അതിന്റെ രണ്ട് വിഭാഗങ്ങളാണ്, ലാസിമും മുതഅദ്ദിയും. ലാസിമിലും ഇത് വരൂല, മഫ്ഊൽ ബിഹി വരൂല. മാഷാ അല്ലാ, മാഷാ അല്ലാ. ലാസിമിലും മഫ്ഊൽ ബിഹി വരില്ല, മുതഅദ്ദിയിലും മഫ്ഊൽ ബിഹി വരും. എന്നാൽ മഫ്ഊൽ ബിഹി എന്ന് പറയുന്നത് ആരെ എന്തിനെ എന്ന അർത്ഥം വരുന്ന, ആരുടെ മേലാണോ ക്രിയ ചെയ്യപ്പെട്ടത്, അതായത് ആരെ എന്തിനെ. ഇപ്പൊ ഞാൻ റഅയ്തു അൽ വലദ അല്ലെങ്കിൽ അകൽതു അൽ മൗസ, ഇവിടൊക്കെ നോക്കുകയാണെങ്കിൽ ആരെ എന്തിനെ എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് വരുന്നത്. അതേസമയം മഫ്ഊൽ മുത്ലഖ് നോക്കുകയാണെങ്കിൽ ഇഹ്തമൽ മുസ്ലിമൂന ബിൽ ബിനാഇ ഇഹ്തിമാമൻ അല്ലെങ്കിൽ ഹജമൽ അസദു ഹജമൻ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്
മഫ്ഊൽ മുത്തലഖിനെ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ മസ്ദറിയായ രൂപത്തിലാണ് വരിക. ഏത് ഫിഅലാണോ വന്നിട്ടുള്ളത് അതിന്റെ മസ്ദറിയായ രൂപത്തിലാണ് എന്ത് വരിക, മഫ്ഊൽ മുത്തലഖ് വരിക. പ്ലസ് അത് ഉപയോഗിക്കുന്നത് 3 സന്ദർഭത്തിലാണ്. ഒന്നെങ്കിൽ ആ ഒരു ഫിഅലിനെ തഅക്കീദ് കൊടുക്കുന്നതിന് വേണ്ടിട്ട്, ഇപ്പൊ ഇഹ്തമൽ മുസ്ലിമൂന ബിൽ ബിനാഇ ഇഹ്തിമാമൻ എന്ന് പറയുന്ന സ്ഥലത്ത് അത്രത്തോളം എന്ത് ചെയ്യാണ്, ആ ഒരു ഇഹ്തമ്മ പരിഗണിച്ചിരുന്നു അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഒരു വേർബിന് ഒരു തഅക്കീദ് കൊടുക്കുകയാണ്. ഒരു അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് പറയുന്ന രൂപത്തിലാണ് ഇഹ്തിമാമൻ എന്ന് പറയുന്ന മസ്ദർ അവിടെ കൊടുക്കുന്നതിലൂടെ ആ ഒരു സെന്റൻസിന് മീനിങ് വരുന്നത്. അപ്പോ ഇത്തരത്തിൽ തഅക്കീദ് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് മഫ്ഊൽ മുത്ലഖ് ഉപയോഗിക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നൗഇനെ ഉപയോഗിക്കാൻ വേണ്ടിട്ട്, ഇപ്പോ എന്താ പറയാ, അല്ലെങ്കിൽ നൗഇനെ ഉപയോഗിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, ഹജമൽ അസദു ഹജമൻ കബീറൻ. നമ്മുടെ സിംഹം ആക്രമിച്ചു. എങ്ങനെ? ഹജമൻ കബീറൻ, വളരെയധികം കൊടൂരമായിട്ട് ആക്രമിച്ചു. വലിയൊരു ആക്രമണമാണ് സിംഹം നടത്തിയത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിന് നൗഇനെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് പറയാം, അതിന് വേണ്ടിയിട്ട് നമ്മുടെ മഫ്ഊൽ മുത്ലഖ് ഉപയോഗിക്കാം. അതിന് പറയുകയാണെങ്കിൽ ഇപ്പം ലൊറബൽ ഉസ്താദ് ലൊറബൈനി, ഒരു ടീച്ചർ 2 അടി അടിച്ചു. അങ്ങനെ 3 സന്ദർഭങ്ങളിലാണ് നമ്മൾ മഫ്ഊൽ മുത്ലഖ് ഉപയോഗിക്കുക. മഫ്ഊൽ ഫീഹി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? സമാനം, അതായത് ഫീ എന്ന അർത്ഥം വരണം. ഇപ്പൊ ദഖലൽ മുസ്ലിമൂന ഫിൽ ഹിന്ദി എന്ന് പറയാം, അല്ലെങ്കിൽ അൽ ഹിന്ദ എന്നും പറയാം. 2 പറഞ്ഞാലും ശരിയാണ്. ഇപ്പൊ ഒരു ഫീ എന്നൊരു അർത്ഥം അതിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ രാവിലെ എണീറ്റു, അതായത് ഫിസ് സ്വബാഹ എന്നും പറയാം, അസ്വബാഹ എന്നും പറയാം. അപ്പൊ ഇവര് നേരത്തെ പറഞ്ഞ പോലെ അത് ലൊർഫാണ്. ഫിസ് സ്വബാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊർഫ് സമാനാണ്. അസ്വബാഹ എന്ന് പറഞ്ഞാലും ലൊർഫ് സമാനാണ്. മഫ്ഊൽ ഫീ, എല്ലാ ലൊർഫും എന്താണ്? മഫ്ഊൽ ഫീഹിയാണ്. ഓക്കെ, അപ്പോ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ മഫ്ഊൽ അജലിഹിയാണ്. മഫ്ഊൽ അജ്ലിഹി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സബബുൽ ഫിഅലിനെ വിശദീകരിക്കാൻ. സബബുൽ ഫിഅലിനെ വിശദീകരിക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? മഫ്ഊൽ അജ്ലിഹിന്റെ മറ്റൊരു പേരാണ് മഫ്ഊൽ ലഹു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്രിയ ചെയ്തത്? ഇപ്പോ ഇങ്ങനെ കൊടുക്കാം, ദറസിൽ വലതു അദ്ദർസ റഅബതൻ അന്നജാഹ്. അതായത് കുട്ടി ഒരു പാഠം പഠിച്ചു. എന്തിനു വേണ്ടിച്ച കുട്ടി പഠിച്ചത്? റഅബതൻ അന്നജാഹ്, വിജയം ആഗ്രഹിച്ചുകൊണ്ട്. വിജയം ആഗ്രഹിച്ചുകൊണ്ടാണ് കുട്ടി ഒരു പാഠം പഠിച്ചത്. ഇനി നമുക്ക് ഇതല്ലാത്തൊരു 5ാമത്തെ മഫ്ഊൽ കൂടി വരുന്നുണ്ട്. അത് ഏതാണ് മഫ്ഊല്? നമുക്ക് 5 മഫ്ഊലുള്ളത്. ഏതാണ് ഞാൻ മഫ്ഊല്? മഫ്ഊൽ ലഹു അല്ല, ലി അജ്ലിഹിന്റെ മറ്റൊരു പേരാണ് മഫ്ഊൽ ലഹു. മാഹു, മാഷാഅല്ലാഹ്, റുബി ഫാത്തിമ പറഞ്ഞ ശരിയാണ്. മഫ്ഊൽ മാഹു, അതായത് മഅ എന്ന അർത്ഥം വരുന്ന രൂപത്തില്. ഓക്കെ, അവിടെ നമ്മൾ ചില സമയത്ത് മായിയായിട്ടുള്ള വാവ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ 5 മഫ്ഊലുകളും വരുന്നത്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കലിമത്ത് മസ്ജിദ് ഫിനസ്. ഈ ഒരു പാരഗ്രാഫിൽ മസ്ജിദ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മസ്ജിദ്, എല്ലായിടത്തും മസ്ജിദ് വരുന്നുണ്ട് അല്ലെ? ഈ മസ്ജിദ് ശരിക്കും എന്താണ്? ഇസ്മു സമാനാണോ, ഇസ്മു മക്കാനാണോ, ഇസ്മുൽ ആലത്താണോ, ഇസ്മുൽ ഹൈഅത്താണോ? എന്താണ് മസ്ജിദ്? മൂന്ന് പേർക്ക് ഉത്തരവുള്ളൂ. ഓക്കെ, 4 പേര് അയച്ചിട്ടുണ്ട്. പിന്നെ ആരൊക്കെ അയക്കുന്നേ? മാഷാഅല്ലാഹ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതെന്താണ്? ഇസ്മു മക്കാനാണ്, ഒരു സ്ഥലത്തിന്റെ പേരാണ് അല്ലെ? മഫ്ഇൽ വസനിലാണ് വന്നിട്ടുള്ളത്. മസ്ജിദ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇസ്മുൽ സമാൻ ആണെങ്കിൽ അതൊരു കാലത്തിനെ സൂചിപ്പിക്കും. ഇസ്മുൽ ആലത്താണെങ്കിൽ അതൊരു ഉപകരണത്തിനെയാണ് സൂചിപ്പിക്കുക. ഇസ്മുൽ സമാനും ഇസ്മുൽ മക്കാനും ഏകദേശം ഒരുപോലെയാണ് വരെ നമുക്ക് അതിന്റെ മീനിങ് എന്നാണ് മനസ്സിലാക്കുക.
ഒരേ വസനിൽ അവർ. എന്നാൽ ഇസ്മുൽ ആലക്ക് മാത്രം എന്തുണ്ട്, പ്രത്യേകം വസനുകളുണ്ട് അല്ലെ. പിന്നെ ഇസ്മുൽ ഹൈഅത്താണ് വരുന്നത്. അപ്പൊ ഇസ്മുൽ ഹൈഅത്ത് ഏതായാലും അല്ല, ഇസ്മുൽ ആലത്തും അല്ല, ഇസ്മുൽ സമാനും അല്ല. അപ്പൊ അവിടെ എന്താണ്, ഇസ്മുൽ മക്കാനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൻ ഹുവ മുൻഷിഉ ജാമിഅൽ അസ്ഹർ. ജാമിഅൽ അസ്ഹർ നിർമ്മിച്ചത് ആരാണ്? ഓപ്ഷൻ എ അംർ ഇബ്നുൽ ആസ്, ഓപ്ഷൻ ബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഓപ്ഷൻ സി ജൗഹർ സഖലി, ഓപ്ഷൻ ഡി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ പാരഗ്രാഫിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, അതോ ഓപ്ഷൻ ഡി ആണോ? വിച്ച് വൺ? ഏതാണ്? മൂന്ന് പേര് ഓപ്ഷൻ സി ആണ് പറഞ്ഞത്. മറ്റാർക്കും ഓപ്ഷൻസ് ഇല്ലേ? വെറുതെ ഒന്ന് ഗസ് ചെയ്. ഓക്കെ, ഇനി ആരെങ്കിലും ആൻസർ ഇടാൻ ശ്രമിക്കുന്നുണ്ടോ? ഓക്കെ, നിസാർ സി ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ എന്താ നോക്കി നോക്കാം കേട്ടോ. ഓപ്ഷൻ സി ജൗഹർ സഖലിയാണ് കറക്റ്റ് ആൻസർ. നമ്മുടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ വായിച്ചത് ആ ഒരു സെന്റൻസ് ആയിരുന്നു അല്ലെ, ജൗഹർ സഖലിയാണ് ജാമിഅ അസ്ഹർ നിർമ്മിച്ചതെന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് ഇഖ്റാൽ അബയാത്തി വാജിബ് ലിൽ അസ്ഇലയാണ്. അതായത് നമ്മൾ കുറച്ച് വരികളുണ്ട്, അതായത് ഒരു പദ്യത്തിന്റെ വരികൾ. കാറ്റഗറി 4 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പദ്യത്തിന്റെ വരികളുണ്ട് കുറച്ച്. ഇല്യ അബുമാലിയുടെ ഒരു ഷെയറിന് ലിമ തഷ്തക്കി എന്ന് പറയുന്ന ഒരു ഷെയറിന്റെ ഒരു കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കവിത മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യാ, കവിതയാകുമ്പോൾ നമ്മുടെ സാധാരണ ടെക്സ്റ്റ് പോലെ അത്ര എളുപ്പമല്ല. കുറച്ചും കൂടെ നമുക്ക് എന്ത് വേണം, ഒരു ഗ്രാഹ്യം വേണം. നമുക്ക് വാക്കുകളെയൊക്കെ അത്രത്തോളം നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. എന്നാലും നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഒരുപാട് ഡീപ്പായിട്ടൊന്നും കവിതകളിൽ നിന്നും ചോദിക്കൂല, എളുപ്പമുള്ളതേ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇത് നോക്കാം. കം തഷ്തഖി വതഖൂലു ഇന്നക മുഅദിമുൻ. അതായത് എത്രത്തോളം പരാതി പറയും, നിങ്ങൾ എത്രത്തോളം പറയും. ഇന്നക മുഅദിമുൻ, നീ ഒന്നുമില്ലാത്തവനാണെന്ന് നീ എങ്ങനെ പരാതി പറയും? നീ എത്ര ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഈ ഭൂമി നിനക്കുള്ളതാണ്, ഈ ആകാശവും നിനക്കുള്ളതാണ്, വൽ അഞ്ചം, ഈ ഒരു നക്ഷത്രങ്ങളും നിനക്കുള്ളതാണ്. ഈ പാടങ്ങൾ അല്ലെങ്കിൽ ഈ വയലേലകൾ നിനക്കുള്ളതാണ്. ഈ പുഷ്പങ്ങൾ നിനക്കുള്ളതാണ്. ആ പുഷ്പങ്ങളുടെ നമ്മുടെ സുഗന്ധം നിനക്കുള്ളതാണ്. ബുൽബുലു സീമുഹ, ഈ ഒരു പുഷ്പത്തിന്റെ മന്ദമാരുതം നിനക്കുള്ളതാണ്. വൽ ബുൽബുലുൽ മുതറന്നിമു, ഈ പാട്ട് പാടുന്ന രാപ്പാടി കിളികൾ നിനക്കുള്ളതാണ്. നിനക്ക് ചുറ്റുമുള്ള വെള്ളം, ഫിള്ളത്തുൻ, അത് വെള്ളിയാണ്, റഖറാഖത്തുൻ, അത് വെട്ടിത്തിളങ്ങുന്ന വെള്ളിയാണ്. നിനക്ക് മേലെയുള്ള സൂര്യനാകട്ടെ അസ്തദുൻ, അത് സ്വർണമാണ്, എതളറമു, കത്തിയെരിയുന്ന സ്വർണമാണ്. വന്നൂർ യബ്നി ഫസ്സുഫൂഹ്, പ്രകാശം, യബ്നി, അത് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ അത് ആക്കുന്നു. ഫിസ്സുഫൂഹ്, അതായത് മലയുടെ താഴ്വാരങ്ങളിൽ. വഫി ദുറ, മലയുടെ ഉച്ചിയിൽ, അതായത് മലയുടെ ഏറ്റവും പീക്കിലും ഏറ്റവും താഴ്ഭാഗത്തും. ദൗറൻ, അടയാളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മുസഖ്റഫത്തുൻ, ഭംഗിയുള്ള അലങ്കാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വഹീനൻ, ചില സമയത്താകട്ടെ യഹ്ദിമു, അതിനത് തകർത്ത് കളയുന്നുണ്ട്. അന്നഹുൽ ഫന്നാൻ, അതുപോലെ എന്താ ഈ ഒരു സംഭവത്തിന് മറ്റൊരു തശ്ബീഹ് പറയാണ്, അൽ ഫന്നാൻ. അതുപോലെ ഏതുപോലെയാണത്? കലാകാരന്മാരെ പോലെ. അവര് വെറുതെ ഇങ്ങനെ എന്റെ ചായങ്ങൾ കൊണ്ട് വെറുതെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. എന്നാൽ അവര് വെറുതെ വരക്കുന്ന ഛായാചിത്രങ്ങളും എന്താണ്, പഠിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അതായത് ആരാണോ പഠിക്കുന്നത്, ആരാണോ അതിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നത്, അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ അത്ഭുതങ്ങളാണ് ഈ കലാകാരന്മാർ വെറുതെ വരച്ചിരുന്ന ഓരോ കൊത്തുപണി അല്ലെങ്കിൽ വെറുതെ വരക്കുന്ന ചിത്രങ്ങൾ പോലും അവർക്കൊരു ദൃഷ്ടാന്തമാണ്.
ഇവിടെ നോക്കുകയാണെങ്കിൽ കുറെ നമുക്ക് ചില വേർഡുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പെട്ടെന്ന് കിട്ടിക്കോണം എന്നില്ല. പിന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മീനിങ് അറിയാത്ത വേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മീനിങ് അറിയുന്ന വേർഡ്സ് വെച്ചിട്ട് പിന്നെയും വായിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ എക്സാക്ട് മീനിങ് കിട്ടി എന്ന് വരില്ല, പക്ഷെ എന്നാലും ചെറിയൊരു ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചോദിക്കുള്ളൂ, ഇവിടെ കാറ്റഗറിയിൽ ചോദിക്കുള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇല്യ ബുമാദ് ഒരാളോട് ചോദിക്കാം, ലീമ തഷ്തക്കി എന്നാണ് ഈ കവിതയുടെ പേര്, എന്തിനാണ് നീ പരാതിപ്പെടുന്നതെന്ന്. ഇത് നമ്മുടെ കവിതകളുടെ ജേണൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൊമ്പാരിറ്റീവ്ലി ഒന്നുകൂടെ സിമ്പിൾ ആയിട്ടുള്ള കവിതയാണ്. നോക്കുകയാണെങ്കിൽ ഇതിലാരെങ്കിലും കവിത പാടാൻ അറിയുന്നവരുണ്ടോ? അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് പാടാനൊരു അവസരം ഉണ്ട്. ഉണ്ടോ? ആരോ ഒരാൾ അത് കേട്ടപ്പോ തന്നെ ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ആർക്കും പാടാൻ താല്പര്യമില്ല? പാട്ടുകാരുണ്ടെങ്കിൽ ഇത് നമുക്ക് പാടിയിട്ട് പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആരും പാടാൻ സന്നിധരല്ല എന്ന് തോന്നുന്നു അല്ലേ? എന്നാ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? ഈ ഒരു ക്ലാസ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് മൈൻഡ് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പാടാൻ പറഞ്ഞപ്പോ ആരുമില്ല അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ റിട്ടേൺ എന്താണ് മിസ്സിനും ചാൻസ് ഉണ്ടേ പറയാ. ഞാൻ പാടുന്നില്ല, നിങ്ങൾ പാടിയാ മതി. നേസൽപ്പിക്കുക പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പാടാനല്ലേ. എന്നാ ഈ പറഞ്ഞോരൊന്ന് പാടി കാണിച്ചിരുന്നാ പിന്നെ ഞാനും പാടാം. ഞാൻ പാടിട്ട് നിങ്ങൾ പാടണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ പോവാം. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബഹറാണ്, അതായത് നമ്മുടെ അറൂവിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ. ബഹറിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന കാമില്, വഖർ, തൊവീല്, ബസീത്ത്, ഈ 4 കാമിലിന്റെ ബഹറിന്റെ ഇത് ഏതാണ്? തഫ്ഈലാത്തുകൾ ഒന്ന് പറയാവോ? കാമിൽ ബഹർ ഒന്ന് ചൊല്ലാമോ? ആരുമില്ലേ? കാമിൽ ആർക്കും അറിയാം? കാമിലാണ്. മുത്തഫായിലും അങ്ങനെ 6 പ്രാവശ്യം മുത്തഫായിലും വന്നിട്ടുള്ളതാണ് കാമില്. വാഫിർ ഏതാണ് ബഹർ? ബാക്കി പറയും. അതാണ് നമ്മുടെ വാഫിർ വന്നിട്ടുള്ളത്. ബസ്വീത്ത് ഏതാണ്? അങ്ങനെ മുസ്തഫിൽ 6 പ്രാവശ്യം വന്നിട്ടുള്ളത് അല്ലെ. പിന്നെ അതിൽ ചോദിച്ചിട്ടുള്ളത് ഏതാ? തൊവീൽ ഏതാണ്? അല്ലല്ല, തൊവീല് മുത്തഫഅലല്ല. അതാണ് നമ്മുടെ തൊവീല് വന്നിട്ടുള്ളത് കേട്ടോ. കാമിൽ മുത്തഫാലിൻ എന്നുള്ള നമ്മുടെ സുബായി ആയിട്ടുള്ള തഫീല 6 വന്നിട്ടുള്ളത്. വാഫിർ ആണെങ്കിൽ മുഫാലത്തിൻ ഫൗലൻ. തൊവീല് ഫൗലൻ. ബസീത്ത് എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് തെറ്റിച്ച് പറഞ്ഞേ. അപ്പൊ ഓക്കെ, പഴയ ചളിയാണ് എന്നാലും ഇടക്ക് അടിക്കണ്ടേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ്, അയ്യോ ഇതിന്റെ ബഹർ ആരെങ്കിലും എന്ന് പറഞ്ഞേ. അത് കണ്ടതല്ലേ, സത്യം പറയും, നിങ്ങൾ ആൻസർ കണ്ടതല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വരി പോലും കാണാണ്ട് അതൊരു കാമിലാണെന്ന് പറയാ?
അത് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് മുമ്പ് തന്നെ. ഓ കിട്ടിയിട്ടുണ്ടല്ലേ. ആ പക്ഷെ നമ്മ തെറ്റിച്ചിട്ടുണ്ട് അങ്ങനെ എക്സാമിന്. ഓക്കെ ഓക്കെ ഓക്കെ. എക്സാമിക്ക് നിങ്ങൾ അപ്പൊ അതൊക്കെ ആൻസർ റഫർ പറഞ്ഞവർക്ക് ചെയ്തിട്ടാണ്. പാടാൻ അറിയായിരിക്കും. ഉം. അവര് പാടട്ടെ. എങ്ങനെ? ആൻസർ പറഞ്ഞ ആളുകൾക്ക് അത് പാടാൻ അറിയാമായിരിക്കും. പാടുമ്പോഴാണല്ലോ ശരി. പെട്ടെന്ന് ഇത് ബഹര് അതെ കിട്ടുക. അതെ അതെ, അത് ശരിയാട്ടോ. ഒരു വരി മാത്രം പാടിയാ മതി. അത് നമുക്ക് ലാസ്റ്റ് അവരെ കൊണ്ട് പാടിപ്പിക്കാം, എന്നിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഏത് ബഹ്റ വരുന്നു? എന്താണ്? കമലൽ ബഹ്റ ജമാല് ഏതാ പാടിയാൽ വരുന്നത്? മതി. കമലൽ വായിലാത്ത ജമാല് ഫീ ബുഹൂരിൽ കാമിൽ എന്നുള്ള. ഏതെങ്കിലുമൊക്കെ പാടാനാണ് നേസൽ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്സിലെ കുട്ടി പറയണത്. ആരെങ്കിലും പാട്ടുകാരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? ആരും ഇപ്പൊ എല്ലാരും മ്യൂട്ടാക്കിയല്ലോ. പാട്ടുകാരുണ്ടോ ചോദിച്ചപ്പോ? ആ കാമിലിന്റെ ബഹ്റ അതെങ്കിലും നമുക്ക് പഠിക്കാലോ, അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ പാടിയാലും മതി, ടീച്ചർ പാടിയാലും മതി. കമലൽ ആണ്, ഞാൻ ജമാല് പാടുന്നില്ല. അതിന്റെ ഞാൻ പാടിയ നിങ്ങൾ പാടുപേടും, അതുകൊണ്ട് അല്ല ഞാൻ പാടണ്ട, പാടുന്നില്ല. അത് പറഞ്ഞാ മതി. അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറൂപിന്റെ ക്ലാസ്സിൽ പാടി പഠിക്കാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാം. ഓക്കെ. ഇൻഷാല്ല ലാസ്റ്റ് ഞാൻ പാടി തരാം. ടീച്ചർ ഇത് കംപ്ലീറ്റ് ആക്കിക്കോട്ടോ. ഇൻഷാല്ല പേടിക്കണ്ട. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ ഇൻഷാല്ല. അപ്പൊ ഹാദിൽ അബയാത്ത് ഫി ബഹൽ കാമിലാണ് അല്ലെ. തഫാലിൻ മുതഫാലിൻ മുതഫാലിൻ തഫാലിൻ മുതഫാലിൻ മുതഫാലിൻ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇഖ്തർ മുഫ്രദ് കലിമത്തി അൽ ഹുഖൂൽ. ഇതെന്താണ്? ഹുഖൂൽ വയലേലകൾ അല്ലെങ്കിൽ വയൽ പാടങ്ങൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന്റെ അതിന്റെ മുഫ്രദ് ഏതാണ്? ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ്, അല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. മാഷാ അല്ലാഹ്, എല്ലാരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പഴാണ് എനർജി വന്നേ തോന്നുന്നു അല്ലെ എല്ലാവർക്കും? ഓക്കെ, എല്ലാരും പറഞ്ഞത് ശരിയാണ്. ഓപ്ഷൻ ബി ഹഖലാണ്. ഹഖലും ജമ ഹുഖൂലാണ് ട്ടോ. നെക്സ്റ്റ് ഫകഅന്നഹുൽ ഫന്നാൻ ഇലാ മാ യർജിഉ ഫി കഅന്നഹു. ഇതിലെ കഅന്നഹുൽ ഫന്നാൻ എന്ന് പറയുന്നതിൽ കഅന്നഹു എന്തിലേക്കാണ് മടങ്ങുന്നത്? ഞാൻ നിങ്ങൾക്ക് കവിത കാണിച്ചു തരാം. അപ്പൊ കവിതയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ ഫകഅന്നഹുൽ ഫന്നാനു യഅറദു ആബിസൻ ആയാതുഹു ഖദ്ദാമു മൻ യതഅല്ലമു. ഫകഅന്നഹുലെ കഅന്നഹു ഏതിലേക്കാണ് മടങ്ങുന്നത്? അതിലെ ഓപ്ഷൻസ് കാണിച്ചു തരാം. ഷംസിലേക്കാണോ മടങ്ങുന്നത്? സമായിലേക്കാണോ മടങ്ങുന്നത്? അർളിലേക്കാണോ മടങ്ങുന്നത്? നൂറിലേക്കാണോ മടങ്ങുന്നത്? രണ്ടുപേര് ഡി പറഞ്ഞിട്ടുണ്ട്. മൂന്ന് പേര് ഡി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എ പറഞ്ഞിട്ടുണ്ട്. നാല് പേര് ഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. മെജോറിറ്റി ആളുകൾ പറഞ്ഞ പോലെ ആൻസർ വരുന്നത് ഡി ആണ്. അന്നൂറു യബ്നി ഫിസ്സിഫാഹി വഫി ദുറ. പിന്നെന്തായിരുന്നു? ദൗറുൻ മുസഖറഫത്തുൻ ഹീനൻ യഹ്ദിമു. ഇതാണ് നമ്മുടെ ഇതിന്റെ പ്രീവിയസ് ലൈൻ അല്ലേ. അവിടെ എന്താ പറഞ്ഞത്? താഴ്വാരങ്ങളിലും മലയുടെ മുകൾ ഭാഗത്തും നമ്മള് പ്രകാശം സൃഷ്ടിക്കുന്ന ഓരോ അടയാളങ്ങൾ പോലെ അത് ചില സമയത്ത് എന്താ തകർന്നു പോകും, ചില സമയത്ത് ഇത് കത്തിജ്വലിക്കും. അതുപോലെയാണ് നമ്മുടെ കലാകാരന്മാർ വെറുതെ വരക്കുന്ന ഛായാചിത്രങ്ങൾ. അതൊക്കെ പഠിക്കുന്നവർക്ക് അതൊരു ഭയങ്കര ദൃഷ്ടാന്തങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അന്നഹു മടങ്ങുന്നതിൽ ഹൂ മടങ്ങുന്നത് നൂറിലേക്കാണ് ട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല പോലെ കവിത വായിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക എന്നുള്ളത്. നമ്മള്
നമ്മളെ തിരിപ്പിക്കാൻ വേണ്ടിട്ട് അവർ പല ക്വസ്റ്റ്യൻസ് വിടും, പക്ഷെ നമ്മൾ തിരിഞ്ഞു പോകരുത്. ഓക്കെ, കലിമത്തു റഖറാഖ, റഖറാഫ് അല്ല റഖറാഖ, അത് മുലാഫ് ആണോ, മുലാഫിന് ഇലൈഹി ആണോ, സിഫത്താണോ, മൗസൂഫ് ആണോ? ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഫിദ്ദത്തുൻ റഖറാഖത്തുൻ എന്നായിരുന്നു അല്ലേ? മൽ മാഉ ഹൗലക ഫിദ്ദത്തുൻ റഖറാഖത്തുൻ, നിന്റെ ചുറ്റിലുമുള്ള വെള്ളി, സോറി, നിന്റെ ചുറ്റിലുമുള്ള വെള്ളം വെട്ടിത്തിളങ്ങുന്ന വെള്ളി പോലെയാണെന്നാണ്. എന്താണ് അവിടെ? അത് മുലാഫ് ആണോ, മുലാഫിന് ഇലൈഹി ആണോ, സിഫത്താണോ, മൗസൂഫ് ആണോ? നേസിൽ മാത്രം ആൻസർ പറഞ്ഞിട്ടുള്ളല്ലോ, ബാക്കിയുള്ളവരെവിടെ? സിഫത്താണെന്നാണ് ജാനിഷയും നേസിലും പറഞ്ഞിട്ടുള്ളത്. നസീറ സലാം എന്ന് പറഞ്ഞിട്ടുള്ള ആള് സി ആണ് പറഞ്ഞിട്ടുള്ളത്, റാഷിദ സി ആണ് പറഞ്ഞിട്ടുള്ളത്, മെജോറിറ്റി എല്ലാരും സി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അത് ശരിയാണ്. അൽ മാഉ ഹൗലക ഫിദ്ദത്തുൻ റഖറാഖത്തുൻ, വെട്ടിത്തിളങ്ങുന്ന വെള്ളി എന്ന് ഞാൻ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് മനസ്സിലായിണ്ടാവൂലേ? വെട്ടിത്തിളങ്ങുന്ന വെള്ളി എന്ന് പറയുമ്പോ ഫിദ്ദത്ത് അവിടുത്തെ മൗസൂഫും അവിടുത്തെ റഖറാഖത്ത് എന്ന് പറയുന്നത് അവിടുത്തെ സിഫത്തുമാണ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോ പാടിയ ലൈൻ ഉണ്ടല്ലോ, അത് വരാ പഠിച്ച ഒരാളോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് എന്ത് തരം തശ്ബീഹാണ്? അതുപോലെ ഇതിലൊരു തശ്ബീഹ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അത് എന്ത് തരം തശ്ബീഹാണ്? തശ്ബീഹ് നമ്മളൊരു പേര് പറയും. എന്താണ്? മാഷാ അല്ലാഹ്, ബലിയാണ്. അതാരാ പറഞ്ഞേ? നീസലാണോ പറഞ്ഞേ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അത് ബലിയാണ്. കാരണം അതിൽ എന്തില്ല? അതിൽ പ്രജോഷിപ്പവും കാണാനില്ല, അതുപോലെ അതാത്തു തശ്ബീഹും കാണാനില്ല. അതുകൊണ്ട് അത് ബലിയായിട്ടുള്ള തശ്ബീഹാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ടീച്ചർ ക്വസ്റ്റ്യനിലേക്ക് സ്ക്രീൻ കടക്കാം. കാണുന്നില്ലല്ലോ, ഇപ്പോഴോ? കാണുന്നേ ഇല്ല, കുറെ നേരമായി. ആദ്യം കാണില്ല. സ്ക്രീൻ ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാവും മേ ബി കാണാത്തെ. ഓക്കെ. നമ്മുടെ കവി ഈ ഷെയറിലൂടെ എന്തിലേക്കാണ് വിളിക്കുന്നത്? നമ്മുടെ കവി ഈ ഷെയറിലൂടെ തഫാവുലിലേക്ക്, അതായത് ശുഭാപ്തി വിശ്വാസത്തിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത്, അതോ അശുഭാപ്തി വിശ്വാസത്തിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത്, അൽ ഖനൂത്തിലേക്കാണോ, അൽ ബഅസിലേക്കാണോ, അതായത് സംതൃപ്തപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്കാണോ, നിരാശയിലേക്കാണോ, എന്തിലേക്കാണ് കവി ആളുകളെ ക്ഷണിക്കുന്നത്? നിരാശയിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത്, ശുഭാപ്തിയിലേക്കാണോ, അശുഭാപ്തിയിലേക്കാണോ? എന്ന് നിങ്ങൾക്ക് തോന്നുന്നേ? അതാ ഞാൻ പറഞ്ഞ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റ് കിട്ടിയാൽ അത് കിട്ടും, ഇത് കിട്ടും, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. ഈസിൽ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരുടെ? ഹലോ, ആരും ഇല്ലേ? ഏതെങ്കിലൊക്കെ 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതെങ്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തോടൂ. ഈസിൽ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആൻസർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. തഫാഉലാണ്. കാരണം അദ്ദേഹം എല്ലാം എന്ത് ചെയ്യാണ്, പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പം ഫസ്റ്റ് തന്നെ അദ്ദേഹം ആ കവിത തുടങ്ങുന്നത് കം തഷ്തകി കം തഖൂൽ ഇന്നക മുഅദിമുൻ, നീ ഒന്നുമില്ലാത്തവനാണെന്ന് നിനക്ക് എങ്ങനെ പരാതി പറയാൻ സാധിക്കും? എത്ര നീ പരാതി പറയും, എത്ര നീ പറഞ്ഞു നടക്കും? എന്നാണ്, ഈ ഭൂമിയും ആകാശവും ഒക്കെ നിനക്കുള്ളതാണ്, പിന്നെ നീ എങ്ങനെ പരാതി പറയും? അപ്പൊ അതെന്താണ്? അതൊരു പോസിറ്റീവിസത്തിലേക്കാണ് ക്ഷണിക്കുന്നത്.
അപ്പൊ എന്ത് ചെയ്യാം, അവിടെ ഒപ്റ്റിമിസം ആണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരിക്കലും തശാമോ ഹനൂത്തോ ബസോല മൂന്നും എന്താണ്, മൂന്നും ഡെസ്പയർ ആണ്. അപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ എന്തിവിടെ അവസാനിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇന്നത്തെ പോർഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ, ഇനി എന്തെങ്കിലും ക്ലാസ് ഒന്നുകൂടെ നന്നാക്കേണ്ടതുണ്ടോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് മനസ്സിലാവാത്ത